എല്ലാവർക്കും നമസ്കാരം. കേരള വിഷന്റെ വിമൻ എംപവർമെന്റ് ഷോ ആണ് സ്ത്രീപക്ഷം. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാനുള്ള സംവാദവേദി. ചലച്ചിത്ര ഗാനശാഖയിൽ പണ്ടേ ഒരു പുരുഷ മേധാവിത്വം നിലനിൽക്കുന്നുണ്ട്. പാട്ട് എഴുത്തുകാരും സംഗീത സംവിധായകരും എല്ലാം പുരുഷന്മാർ തന്നെ. എന്നാൽ സംഗീതത്തിന്റെ യഥാർത്ഥ പാരമ്പര്യം നോക്കിയാൽ സംഗീതത്തിന്റെ ആദ്യകാലം മുതൽ സ്ത്രീയുടെ ഒരു ഇടപെടൽ കാണാം. എന്നാൽ ഇക്കാലത്ത് പുരുഷനൊരു മേധാവിത്വത്തിലാണ് സംഗീത ശാഖ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സത്യത്തിൽ ശരി തന്നെയാണോ? ഇങ്ങനെയാണോ ശരിക്കും ഇപ്പൊ സംഭവിക്കുന്നത്? സ്ത്രീയെ പിന്നോട്ട് തള്ളുന്ന ഒരു പ്രതിഭാസം ഈ മേഖലയിലുണ്ടോ? ഇന്ന് സ്ത്രീപക്ഷം ചർച്ച ചെയ്യുകയാണ് പാട്ടിന്റെ പെൺപക്ഷം. പാട്ടും പറച്ചിലുമായി ഇന്ന് ഇവിടെ അതിഥികളായി എത്തിയിട്ടുള്ളവർ പ്രമുഖ നാടക പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് പ്രേം പ്രസാദ് നമുക്കൊപ്പം ഉണ്ട്. അദ്ദേഹം തൃശ്ശൂരിലെ ജനനയന ഫോക്ക് തിയേറ്റർ ഗ്രൂപ്പിന്റെ ഡയറക്ടറും കേരള സംഗീത നാടക അക്കാദമിയുടെ മുൻ എക്സിക്യൂട്ടീവ് അംഗവുമാണ്. സർ, വെൽക്കം ടു ദ ഷോ. പാട്ടും പറച്ചിലും നടത്താനായി ഇവിടെ എത്തിയിട്ടുള്ള അടുത്ത അതിഥി മലയാളിക്ക് ഏറ്റവും പ്രിയങ്കരിയായ അനേകം വേദികളെയും സദസ്സുകളെയും ഇളക്കി മറിച്ചു വിട്ടിരിക്കുന്ന പ്രസീത ചാലക്കുടി ചേച്ചി, വെൽക്കം ടു ദ ഷോ. അതോടൊപ്പം ഇന്ദുലേഖ ജയരാജ് ഏറ്റവും താളാത്മകമായ എന്നാൽ ശക്തമായ സംഭാഷണങ്ങളുടെ രീതിയിൽ അതിവേഗത്തിൽ പാടുന്ന റാപ്പ് സംഗീതം പുതിയ മലയാളി തലമുറ ഏറെ ആസ്വദിച്ചു വരുന്ന കാലമാണ്. മലയാളം റാപ്പ് സംഗീത ലോകത്തെ പുത്തൻ ശബ്ദമാണ് ഇന്ദുലേഖ. നടനും കാരിക്കേച്ചറിസ്റ്റുമായ ജയരാജ് വാര്യരുടെ മകളാണ് ഇന്ദുലേഖ. മാം, വെൽക്കം ടു ദി ഷോ. ഈ ഒരു പുരുഷ മേധാവിത്വം ഈ ഒരു ഗാനശാഖയിൽ അല്ലെങ്കിൽ ചലച്ചിത്ര ഗാനശാഖയിൽ നിലനിൽക്കുന്നുണ്ട് എന്നതിനോട് സാറ് യോജിക്കുന്നുണ്ടോ? എന്താണ് സാറിന്റെ അഭിപ്രായം? തീർച്ചയായിട്ടും ഒരു പെട്രിയാർക്കൽ സൊസൈറ്റി, ആൺകോയ്മ സമൂഹത്തിൽ സ്വാഭാവികമായിട്ടും പുരുഷന്മാരെല്ലാം മേഖലയിൽ ആധിപത്യം നേടുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ സംഗീത മേഖലയിലും പുരുഷന്മാർക്ക് ആധിപത്യം നേടിയിട്ടുണ്ടെന്നുള്ളതാണ്. നന്നായി പാടുന്ന സ്ത്രീകളുണ്ട്, നന്നായി സംഗീതം അഭ്യസിച്ച സ്ത്രീകളുണ്ട്. പക്ഷെ ആദ്യകാല ചലച്ചിത്ര ഗാനരചനയിലും അതുപോലെ അതിൻ്റെ കമ്പോസിങ്ങിലും അല്ലെങ്കിൽ അതിൻ്റെ സംഗീതം കൊടുക്കുന്നതിലും സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കുറവായിട്ടാണ് കാണുന്നത്. ചലച്ചിത്ര രംഗത്ത് പ്രത്യേകിച്ച് അവർക്ക് കഴിവില്ലാതല്ല, പക്ഷെ ആ അർത്ഥത്തിൽ അവർ പരിഗണിക്കാം. അന്ന് ഈ സിനിമാ ഫീൽഡിൻ്റെ വ്യവസായത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ള നിലയ്ക്ക് അതൊരു ആൺ മേഖല എന്ന രീതിയിലാണ് ഈ കമ്പോസിങ്ങും അതുപോലെ രചനയൊക്കെ കണ്ടിരുന്നത്. അതിമനോഹരമായിട്ട് പിന്നെ വരികളിടാൻ ശേഷിയുള്ള സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട്. അവർ അക്കോമഡേറ്റ് ചെയ്തില്ല. അപ്പോൾ അവിടെ ഇപ്പോൾ സുകുമാരിയെ പോലുള്ള ചില കവിതകളാണ് പാട്ടൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇത് ശരിയാണ്. ഇപ്പോൾ ഈ ചലച്ചിത്ര മേഖലയിൽ ഇപ്പോൾ പുരുഷാധിപത്യം സംഗീത മേഖലയിൽ നിൽക്കുന്ന നന്നായി പാടുന്ന, തുറന്ന് പാടുന്ന, അതിശക്തമായ രീതിയിൽ പിന്നെ ഗാനം ആലപിക്കാൻ ശേഷിയുള്ള നിരവധി ഗായികമാരുണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ ഈ മേഖലയിൽ അധികം പേര് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും സാർ അവർ പിന്നോട്ടായി പോകാനുള്ളൊരു? പിന്നോട്ടായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ആധിപത്യം നേടുന്ന പുരുഷ ആധിപത്യം ആണെന്നുള്ളതുകൊണ്ട് തന്നെ ഇവർക്കൊരു സ്പേസ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇവരെ വെച്ച് ചെയ്യാനുള്ള ധൈര്യം കാണിക്കാനോ ഈ ഇൻഡസ്ട്രി തയ്യാറായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ വലിയ രീതിയിൽ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്നുള്ളൊരു തെളിവാണ് ഇവർ ആദ്യകാലത്ത് നമ്മൾ സംഗീതത്തിന്റെ ഉറവിടം പരിശോധിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളുടെ നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നാടോടി സംഗീതത്തിൽ തന്നെയാണെങ്കിലും പാട്ടിന്റെ ആദ്യകാലത്ത് ഉണ്ടാക്കി പാട്ടുകൾ അല്ലെങ്കിൽ കൊയ്ത്തുകാല പാട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട പാട്ടുകളൊക്കെ സ്ത്രീകൾക്ക് അതിൽ ഒരുപാട് ഇടപെടലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള കാരണം വാസ്തുവിൽ അന്നത്തെ ആദിമ സമൂഹം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സ്ത്രീകൾക്ക് ഡോമിനേഷനുള്ള സമൂഹം തന്നെയായിരുന്നു. ഈ ഗോത്ര സമൂഹത്തിൽ സ്ത്രീകൾക്ക് നല്ല പങ്കാളിത്തമായിരുന്നു. അപ്പോൾ ദളിത് കീഴാള വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സ്ത്രീകൾ നിർണായക ആയിട്ട് സമൂഹത്തിൽ ഇടപെടാൻ പറ്റുന്നവരായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പുരുഷനാണ് കുറച്ചും കൂടെ സെക്കൻഡറി ആയിരുന്നു ശരിക്കും ഗോത്ര സമുദായത്തിന് കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ മുൻകൈ സജീവമായിരുന്നു. പിന്നെ ഈ നാടോടി ഈ സംഗീത പാരമ്പര്യം, കലാപാരമ്പര്യം മുഴുവൻ ഉണ്ടായിട്ടുള്ള അധ്വാനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിലേറ്റവും ശക്തമായിട്ട് ഇടപെടുന്നവരെന്നുള്ള നിലയ്ക്ക് അതിൻ്റെ കലാ മേഖലയിലും സ്ത്രീയുടെ പങ്കാളിത്തം, അവരുടെ പാർട്ടിസിപ്പേഷൻ വളരെ ശക്തമായിരുന്നു എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഈ അധ്വാനം, ഇപ്പോൾ ഞാറ്റുപാട്ടാണെങ്കിലും കൊയ്ത്തുപാട്ടാണെങ്കിലും ഒക്കെ അവരുടെ അധ്വാനത്തിൻ്റെ ഒരു ആയാസം എന്നുള്ള സംഗതി കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഇതിന് ചില സിസ്റ്റമാറ്റിക് ആയിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള ചില സംഗതികളും ഉണ്ട് പരിശോധിക്കുമ്പോൾ. ഇപ്പോൾ ഒരു ഞാറ് നടുന്ന സമയത്ത് ആ താളത്തിലാണ് അവരുടെ പാട്ട്.
അപ്പോൾ അതിന് നുരി ഒപ്പം വെക്കാന്ന് പറയും. അത് ഒപ്പം വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ താളത്തുമ്പോൾ നിൽക്കേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ തന്നെയാണ് ഞാറുന്നിടുക. അപ്പോൾ അവർ തന്നെയാണ് ആ പാട്ട് ഇങ്ങനെ കെട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. ആരാന്ന് അറിയില്ല, അത് ഹിയർ ടു ചെവി മറിഞ്ഞു വന്നിട്ടുള്ള സംഗതിയാണ്. പക്ഷേ പാടുന്ന സമയത്ത് ഇനി വരി മറന്നാൽ പോലും അവരപ്പം തന്നെ ഒരു വരി ആഡ് ചെയ്തിട്ട് അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇത് ഈ ഫോക്ക് സോങ്സ് ഇങ്ങനെ ഈ കാലങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഉദാഹരണമായിട്ടുള്ളൊരു പാട്ട് ഇപ്പൊ പ്രസീത ആലപിക്കും. ഒരു തെക്കൻ കൃഷിപ്പാട്ടാണ് കേട്ടോ. തിന്താരേ തിന്താരേ തക തിന്തകത്താരാ, തിന്താരേ തിന്താരേ തക തിന്തകത്താരാ. ഒന്ന് കൈയടിച്ചേ. തിന്താരേ തിന്താരേ തക തിന്തകത്താരാ, തിന്താരേ തിന്താരേ തക തിന്തകത്താരാ. ഏറൻ്റെപ്പ ഏറപ്പ ഏറേറൻ്റെപ്പ, ഏറൻ്റെപ്പ ഏറപ്പ ഏറേറൻ്റെപ്പ. കുട്ടനാട്ടിൻ കടമ്പത്തിന് പോയിടാൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ. അച്ഛനടിയാനണങ്ങാനും കൂട്ടരും അച്ഛനമാരെ വരുത്തുകൂടി. കുട്ടനാട്ടിൻ പദം കൊയ്ത്തിന് പോയിടാൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ. അച്ഛനടിയാനണങ്ങാനും കൂട്ടരും അച്ഛനമാരും വന്നത്തുകൂടി. തിന്താരേ തിന്താരേ തക തിന്തകത്താരാ, തിന്താരേ തിന്താരേ തക തിന്തകത്താരാ. ഏറൻ്റെപ്പ ഏറപ്പ ഏറേറൻ്റെപ്പ, ഏറൻ്റെപ്പ ഏറപ്പ ഏറേറൻ്റെപ്പ. അതുപോലെ തന്നെ ഇപ്പം പുരുഷ മേധാവിത്വത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. എന്നാൽ ഈ ഒരു പുരുഷ മേധാവിത്വം നിലനിൽക്കുമ്പോൾ തന്നെ പുരുഷനെഴുതിയ പല പാട്ടുകളും, അനേകം പാട്ടുകളിൽ ഒരു പെൺപക്ഷ പാട്ടുകൾ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനെപ്പറ്റി സാറിന്റെ അഭിപ്രായം എന്താണ്? എന്തായാലും പുരുഷന്റെ കാഴ്ചപ്പാടിൽ സ്ത്രീയുടെ പ്രശ്നങ്ങൾ ഒരു എൻപതി എന്നുള്ള നിലയ്ക്കൊക്കെ കാണുന്ന നല്ല എഴുത്തുകാരുണ്ട് ശരിക്കും. പക്ഷെ പൊതുവെ പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ കൊട്ടിഘോഷിക്കപ്പെടുന്ന ആളുകൾ കിടക്കുന്നതിന് ഇപ്പോൾ വയലാറിൻ്റെ തന്നെ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യവർണ്ണനയൊക്കെ തന്നെ ഒരു ഫ്യൂഡൽ സൗന്ദര്യവർണ്ണനായിട്ട് വരും. പ്രകൃതിയെ പോലും വർണ്ണിക്കുന്ന സമയത്ത് വയലാറ് പിന്നെ മൂടൽ മഞ്ഞ് മുലക്കച്ച കെട്ടിയ എന്നൊക്കെ പറഞ്ഞുള്ള പ്രയോഗമാണ്. ഈ മുലക്കച്ചയ്ക്കുള്ളത് ഒരു ഫ്യൂഡൽ കോസ്റ്റ്യൂമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ പൊന്നരഞ്ഞാണം ഭൂമിക്ക് ഒക്കെ അത്തരം ഇമേജസ് വരുന്നത്. പക്ഷെ ഭാസ്കര മാഷിനെ സംബന്ധിച്ചോളം കുറേ കൂടെ ഗ്രാമ്യ പദങ്ങളൊക്കെ ഉപയോഗിച്ച് കുറേ കൂടെയും നല്ല രീതിയിൽ സ്ത്രീയുടെ ഐഡൻറ്റിറ്റി ഒക്കെ വെളിപ്പെടുത്തുന്ന ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ പൊതുവെ സ്ത്രീയെ കാണുന്ന രീതി തന്നെ ഈ എമ്പതി എന്നുള്ള കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപയോഗിച്ച ആ കാവ്യഭാവനയെ അഭിനന്ദിക്കുന്നതൊക്കെയാണ് ശരി. അപ്പോൾ കണ്ണുനീർത്തുള്ളി സ്ത്രീ എന്നുള്ള രീതിയിലാണ് അവർ അങ്ങനെ കാണുന്നത് ശരി. പക്ഷെ പുതിയ കാലത്തെ സ്ത്രീ അങ്ങനെ കണ്ണുനീർത്തുള്ളി എന്നുള്ള രീതിയിൽ അങ്ങനെ കാണുന്നതിൽ അത് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവായിട്ട് വരിക. വാസ്തവത്തിൽ പൊട്ടിത്തെറിക്കുന്ന എല്ലാവരൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു തുല്യത എന്നുള്ള കൺസെപ്റ്റിലേക്ക് അത് വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അപൂർവ ചില പാട്ടുകളുണ്ട്. നല്ലൊരു പാട്ട് ഇന്ദുലേഖ ആലപിക്കും. സുശീലാമ്മയുടെ പാട്ട്. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ, മറക്കൂ നിങ്ങളി ദേവദാസിയെ, മറക്കൂ മറക്കൂ. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ, മറക്കൂ നിങ്ങളെ ദേവദാസിയെ, മറക്കൂ മറക്കൂ. സർ, അതുപോലെ തന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഇടപെടലുകളെ തുടർന്ന് ഇപ്പൊ ഈ പുരുഷ മേധാവിത്വത്തിൽ നിന്ന് മാറി കുറച്ചെങ്കിലും സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനായിട്ട് ഒരു കുറേയേറെ കാലത്തിന് മുന്നേ അതിന് സാധിച്ചിട്ടുണ്ട്. സാറിന് അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും നവോത്ഥാന പ്രസ്ഥാനം സ്ത്രീയുടെ പദവി ഉയർത്തിയിട്ടുണ്ട്. ആ ഒരു ഫോക്കസിങ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് യഥാർത്ഥത്തിൽ എൻ്റെ റിഫ്ലക്ഷൻ നാടക വേദിയിലാണ് വന്നത്. അതുവരെ സംഗീത നാടക കാലമായിരുന്നു. ക്ലാസിക്കൽ സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം, കർണാട്ടിക് സംഗീതമൊക്കെ ആയിരുന്നു അതിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ പിന്നെ KPSCയുടെ ഒക്കെ വരവോട് കൂടിയിട്ട് ഇതിന് നാടൻ ശീലുകളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടുള്ള വളരെ ലൈവായിട്ടുള്ള പാട്ടുകൾ അന്ന് ഉണ്ടായിട്ടുണ്ട്. KS ജോർജ്
പിന്നെ KPC സുലോചനയുടെ ഒക്കെ ശബ്ദം എന്ന് പറഞ്ഞാൽ അന്ന് ഈ മൈക്ക് സിസ്റ്റം പോലും ഇല്ലാത്ത സമയത്ത് പോലും തുറന്ന് പാടുന്ന രീതിയിലുള്ള ഹൈ വോള്യത്തിൽ പാടാൻ ശേഷിയുള്ള ഒരു സ്ത്രീയായിരുന്നു സുലോചന ചേച്ചിയെ. ശരിക്കും നമ്മൾ ഓർക്കേണ്ടതാണ് ഈ സമയത്ത്. ഈ സംഗീതത്തിലെ പെൺപക്ഷം എന്ന് പറയുമ്പോൾ സുലോചന ചേച്ചിയെ നമ്മൾ തീർച്ചയായിട്ടും ഓർക്കേണ്ടതുണ്ട്. വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ. വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ. കതിരണി പാടത്ത് വെയിൽ മൂത്ത നേരത്ത് കുളിരും കൊണ്ടോടിവാ കാറ്റേവാ. പരിനെല്ലിൻ ചുണ്ടിലെ കിരുകിരെ പൊന്നാരം പകരുവാനോടിവാ കാറ്റേവാ. വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ കാറ്റേവാ കാറ്റേവാ. ഈ മേഖലയിൽ വളരെ ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ വന്നിട്ടുണ്ട്. സ്ത്രീപക്ഷത്തു നിന്ന് വലിയ രീതിയിലുള്ള ഇടപെടൽ വന്നിട്ടുണ്ട്. പുതിയ കാലത്ത് ഇപ്പോൾ സമത പോലുള്ള സംഘടനകൾ സ്ത്രീകൾക്ക് വേണ്ടി തന്നെ കുറേ പാട്ടുകൾ രൂപപ്പെടുത്തുകയും അത് ആലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതുതായിട്ട് ഈ റാപ്പ്, ആരംഭകാലത്ത് ആണുങ്ങളായിരുന്നു റാപ്പ് പാടിയിരുന്നെങ്കിലും സമീപകാലത്ത് സ്ത്രീ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് തന്നെ ശക്തമായ ഇടപെടൽ ഇന്ദുലേഖയെ പോലുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇന്ദുലേഖ എഴുതുകയും പാടുകയും ചെയ്യുന്നതിനുള്ളൊരു പിന്നെ 2 ഡയമെൻഷൻ ആയിട്ടുള്ളൊരു കഴിവുള്ള ഒരാളാണ്. ഇന്ദുലേഖ ഒരു റാപ്പ് സോങ്, പുതിയ സ്ത്രീ പ്രശ്നം ആവിഷ്കരിക്കുന്ന റാപ്പ് സോങ് ആലപിക്കും. ഒരു സംഭാഷണ ശൈലിയിലുള്ള താളാത്മകമായ ഒരു സംഗീതം തന്നെയാണ് റാപ്പ് എന്ന് പറഞ്ഞത്. അതിപ്പോ പുതിയ തലമുറ ആസ്വദിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കമ്മ്യൂണിക്കേറ്റീവ് ആണ്. അതെ, ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന സംഗതിയാണ്. അവർ നേരിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ സിമ്പിളായിട്ട് അവതരിപ്പിക്കുന്ന രീതിയാണ്. അതൊരു പൊളിറ്റിക്കൽ ഒരു ഇടപെടൽ, സ്ത്രീപക്ഷ ഇടപെടൽ കൂടിയാണ്. ഇപ്പം സാറ് പറഞ്ഞതുപോലെ ഒരു റാപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു അല്ലെ, പുതുതലമുറയ്ക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഗീതം ശാഖയാണെങ്കിൽ വേണമെങ്കിൽ പറയാം. ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ റാപ്പ് ചൂസ് ചെയ്യാനുള്ളൊരു റീസൺ എന്തായിരുന്നു? റാപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൽ റെബൽ പോയട്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സെഗ്മെന്റ് ഉണ്ട്. അതായത് നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ആ ഒരു റെബൽ മോഡിൽ തന്നെ അവതരിപ്പിക്കുന്ന ഒരു ടോൺ, ആ ഒരു ജോണറിനെയാണ് അങ്ങനെ പറയണത്. അപ്പൊ എൻ്റെ അടുത്ത് എപ്പോഴും എൻ്റെ ഉള്ളിലും ചെറുപ്പം മുതലേ ഉള്ള കാര്യമാണ് ഈ സ്ത്രീപക്ഷം എന്നുള്ളത്. ഒരു ഫെമിനിസം എന്നുള്ള വേർഡൊന്നും എനിക്ക് അറിയില്ലായിരുന്നെങ്കിലും ഫെമിനിസ്റ്റിക് ഒരു മെന്റാലിറ്റി എൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ എനിക്കിപ്പോ ഈ ഡിസ്കഷൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒക്കെ എന്റെ മനസ്സിലിങ്ങനെ എന്തുകൊണ്ടാണ് സ്ത്രീകൾ വരാത്തത്, എന്തുകൊണ്ടാണ് പണ്ട് മുതലേ ഇല്ലാത്തതെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോ എന്റെ മനസ്സിൽ വരുന്നത് എന്താണെന്നറിയോ? അടുക്കള. അതെ, അടുക്കളയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അടുക്കളയിൽ തളയ്ക്കപ്പെട്ടോണ്ട് മാത്രമാണ് അടുക്കളയും വീടും അതുമായിട്ട് ഇങ്ങനെ തളയ്ക്കപ്പെട്ടതുകൊണ്ടാണ് സ്ത്രീ പുറത്തേക്ക് വരുന്നത്. അതെ, വീട് എന്ന് പറയുമ്പോ അവിടുത്തെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും അതാണ്. വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എപ്പോഴും അടുക്കളയും വീട് എന്തുകൊണ്ടാണ് തലയിൽ സ്ത്രീയുടെ എന്നുള്ളത് എപ്പോഴും നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ചെറുപ്പം മുതലേ. അങ്ങനെയാണ് ഞാന് റാപ്പ് ചെയ്യണമെന്നും ചെയ്യുകയാണെങ്കിൽ സ്ത്രീകളെ പറ്റി ചെയ്യണമെന്നും എന്റെ മനസ്സിൽ കയറാൻ കാര്യം അങ്ങനെ അതാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ചെയ്ത ഒരു റാപ്പ് കുറച്ച് വേഴ്സസ് നമുക്കത് ആസ്വദിക്കാം. കൂട്ടിലിട്ടടച്ച ശ്വാനനെ തിരിഞ്ഞു നോക്കി നിന്നു ഞാനൊരൊറ്റ നോട്ടം കണ്ണിലേക്ക്. കണ്ടു ഞാനവന്റെ കണ്ണിനുള്ളിൽ ചുട്ട മൗനം, പണ്ടൊരമ്മയിൽ ഞെരിഞ്ഞമർന്ന തീവ്ര മൗനം. അടച്ചുറച്ച വീട്ടിനുള്ളിൽ ഒച്ചയെ തടങ്കലാക്കി ഉച്ചയും വെളിച്ചവും വിധിച്ചതല്ല എന്നു പ്രാഗി കാകനൊച്ച വെച്ച നേരം കാലു രണ്ടും ചക്രമാക്കി സ്വപ്നവും ഋതുക്കളും അടുപ്പിലിട്ട് ചാരമാക്കി. തിളച്ചുയർന്നു പൊങ്ങി വന്ന പാലൊന്നു തുറിച്ചു നോക്കി, പഴുത്ത തട്ടിൽ വെന്തു നീറുന്നൊരു ദോശ നോക്കി ഒച്ച വെച്ചു പാടി അവൾ ഓർത്തെടുത്തു പാടി. പിന്നെ ആരു പെണ്ണിനെ അടുക്കളയ്ക്ക് കാവലാക്കി, ആരു പെണ്ണാക്കിൽ ഞാണുകൾ വരിഞ്ഞു കെട്ടി, പെണ്ണ് പൊള്ളയെന്ന് നാടുറക്കെ ഏറ്റുപാടി, പെണ്ണു പൊന്നെന്ന് പെണ്ണു മാത്രം ഓർത്തു പാടി.
പെണ്ണായാൽ പൊന്നു വേണം പൊന്നും കുടമായിടേണം നാടുറക്കെ ഏറ്റുപാടി പെണ്ണിൻ നെഞ്ചതോത്ത് നീറി. ആരു പെണ്ണിനെ അടുക്കളയ്ക്ക് കാവലാക്കി ആരു പെണ്ണാക്കിൽ ഞാണുകൾ വരിഞ്ഞു കെട്ടി പെണ്ണു പൊള്ളയെന്ന് നാടുറക്കെ ഏറ്റുപാടി പെണ്ണു പൊന്നെന്ന് പെണ്ണു മാത്രം ഓർത്തു പാടി. പെണ്ണ് നിന്റെ അടിമയല്ല പെണ്ണിനാരും താങ്ങുവേണ്ട പെണ്ണ് നിന്നുറഞ്ഞു പാടും പെണ്ണിനാവ് നീളെ വാഴും. സാരിയൊന്നുടുത്ത പെണ്ണ് പാതിവൃത്യമുള്ള പെണ്ണ് എങ്കിലും തുളഞ്ഞു കയറും ചെന്നായൻ കാമക്കണ്ണ്. രാത്രിയിൽ വഴി നടന്നാൽ ഓഹോ അവൾ പോക്ക് പെണ്ണ് എങ്കിൽ നീ എറിഞ്ഞോ മോനെ മാറ്റേണ്ടത് നിന്റെ കണ്ണ്. ഇത് കേൾക്കുമ്പം സ്ത്രീകളായ ഇപ്പൊ പ്രസിദ്ധ ചേച്ചിയാണെങ്കിലും അല്ലെ കുറച്ച് നമുക്ക് ഒരു എനർജി കയറി വരുന്നുണ്ട്. ആ പണ്ട് സ്ത്രീകളെ പിന്തള്ളി എന്ന് പറയുമ്പോ തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തലമുറ ഈ റാപ്പിലൂടെ നമുക്ക് കുറെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ രോഷം അല്ലെങ്കിൽ നമ്മുടെ വികാരം ഒക്കെ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ ഒരു തലമുറയുടെ കുട്ടിയാണെങ്കിലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടികളിൽ നിന്ന് തന്നെ ഒരു ചിന്താഗതി വന്നു എന്നുള്ളത് നമ്മൾ സ്ത്രീകൾക്ക് അഭിമാനകരമായ ഒരു നിമിഷമാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാൻ വേദികളുണ്ട്, ഒരുപാട് പെർഫോം ചെയ്യാൻ വേദികൾ ഉണ്ടെങ്കിലും അവിടെയും ഉണ്ട് പാട്രിയാർക്കി. അവിടെയും സ്റ്റേജസ് ഇല്ലാതായി പോകുന്നുണ്ട്, പ്രോജക്ട്സ് ഇല്ലാതായി പോകുന്നുണ്ട്. കാരണം ഒരു സ്ത്രീ ശബ്ദം കേൾക്കുമ്പോഴാണോ അവർ കാണുമ്പോഴാണോ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ എപ്പോഴാണ് അവർക്ക് പ്രശ്നം എന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷെ ഇപ്പോഴും വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ പോലും അതെ നമ്മുടെ ഒരു പ്രോഗ്രാം ഇട്ട് കഴിഞ്ഞാല് നമ്മളെ അടിമുടി ഇരുന്ന് വിലയിരുത്തുന്ന കുറെ ആളുകളുണ്ട്. ഞാനിപ്പോ സോഷ്യൽ മീഡിയയിൽ വരുന്ന നമ്മുടെ കമന്റ്സ് തന്നെ എടുത്ത് നോക്കുമ്പോൾ കൂടുതലും പുരുഷന്മാരാണ്. ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയ ആളുകൾക്ക് പുറമെ സ്വന്തം ഐ ഡിന്ന് മെസ്സേജ് വരുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതും പുരുഷന്മാരാണ്. ഭൂരിഭാഗം 100 മെസ്സേജ് വന്നാൽ അതില് 98 പുരുഷന്മാരാണ്. അതായത് അവരൊരു സ്കെയില് വെച്ചേക്കാണ്. നമ്മൾ ഇങ്ങനെ സംസാരിക്കാവോ, നമ്മൾ ഈ ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ, ഏത് സ്റ്റേജില്. ഈവൻ ഇവരിതിങ്ങനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് മറ്റു നാടൻപാട്ട് സംഘങ്ങളെ എടുത്തിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നതിന്റെ വ്യത്യസ്തമായി അവരൊന്നും ചെയ്യണില്ല. മനസ്സിലായോ? എന്നിരുന്നിട്ടും എന്റെ ഒരു ടീമിനെ എന്നെ വ്യക്തിപരമായി നേരിടുന്ന രീതിയിൽ പല മെസ്സേജും ഞാൻ കാണാറുണ്ട്. ഞാൻ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ഞാൻ കാണുന്നത് ഞാൻ പെണ്ണായതുകൊണ്ട്. ഞാൻ നയിക്കുന്ന ഒരു ടീമിന്റെ ഒരു പരിപാടിയാകുമ്പോൾ പ്രസിദ്ധ ചാലക്കുടി എന്ന് പറയുന്ന ഒരു പെണ്ണിനെയാണ് അവർ ഫോക്കസ് ചെയ്തേക്കണത്. അതിലൊരു കാര്യമില്ല. സിസ്റ്റത്തിന് ഒരു വിള്ളലുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ സ്ത്രീകളുടെ പുതിയ ഇടപെടൽ. അതുകൊണ്ടുണ്ടാകുന്ന സ്വാഭാവിക ബോധറേഷനാണ് അവർ അത് പ്രകടിപ്പിക്കുന്നത്. പുഷ്പാവതേച്ചി അതിമനോഹരമായിട്ടുള്ള പാടിയിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. ഞാൻ പാടുമ്പോൾ അതിന്റെ ഒരു കുറവുകളൊക്കെ ഉണ്ടാവും. ഞാൻ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഒരു പാട്ടാണ്. അതുകൊണ്ട് കേട്ട് ജസ്റ്റ് പഠിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. ഏമാന്മാരെ ഏമാന്മാരെ ഞങ്ങളുമുണ്ട് ഇവളുടെ കൂടെ, ഞങ്ങളുമുണ്ട് ഇവളുടെ കൂടെ, ഞങ്ങളുമുണ്ട് ഇവളുടെ കൂടെ. ഞങ്ങൾ സ്വാതന്ത്ര്യത്തോടെ നടക്കും രാത്രി ഒറ്റയ്ക്ക് ഇറങ്ങി കറങ്ങും, ഞങ്ങൾ സ്വാതന്ത്ര്യത്തോടെ നടക്കും രാത്രി ഒറ്റയ്ക്ക് ഇറങ്ങി കറങ്ങും. ഞങ്ങൾ മുടിയും വെട്ടി നടക്കും, ഞങ്ങൾ ലെഗിങ്സ് ഇട്ട് നടക്കും. ഞങ്ങൾ താലിയിടില്ല തട്ടമിടില്ല, ചോദിക്കാൻ വന്നാൽ പേടിക്കത്തില്ല. താലിയിടില്ല തട്ടമിടില്ല, ചോദിക്കാൻ വന്നാൽ പേടിക്കത്തില്ല. ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളത് ചെയ്യും, അത് ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളത് ചെയ്യും. ഏമാന്മാരെ ഏമാന്മാരെ ഞങ്ങളുമുണ്ട് ഇവളുടെ കൂടെ, ഞങ്ങളുമുണ്ട് ഇവളുടെ കൂടെ, ഞങ്ങളുമുണ്ട് ഇവളുടെ കൂടെ. ഭയങ്കര സ്പീഡിൽ പോയിട്ടുള്ള ഒരു പാട്ടാ. നമുക്കത് റിതത്തിൽ തന്നെ ചേർത്ത് പാടാം. ബോധപൂർവ്വം ഇടപെടുന്നതിന്റെ ഭാഗമായി ശക്തമായ രീതിയിലുള്ള കുറെ പെൺപാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും ഈ പെൺകരുത്ത് ആവിഷ്കരിക്കുന്ന ഒരു കവിത കരുവള്ളൂർ മുരളി രചിച്ചിട്ടുണ്ടായിരുന്നു. ആ കവിതയുടെ അത് സംഗീത രൂപം വന്നോടുകൂടിയിട്ട് അതിന്റെ ദൃശ്യരൂപം വന്നോടുകൂടിയിട്ട് അത് കേരളത്തിൽ ആകമാനം ആയിരക്കണക്കിന് വേദികളിൽ അത് അവതരിപ്പിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെ, ഈ അടുത്ത കാലത്തായിട്ട് കരിവള്ളൂർ മുരളി മാഷിനെ ഞങ്ങൾ കാണുകയും ആ ഒരു പാട്ട് നമുക്കത് വീഡിയോ ആയിട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ മാഷ് തന്നെയാണ് അത് വീഡിയോ നമുക്ക് ചെയ്തു തരാൻ, വിഷ്വൽ ചെയ്തു തരാൻ വേണ്ടിയിരിക്കുന്നത്. അടുത്ത് തന്നെ നമുക്ക് യൂട്യൂബിൽ ആ ഒരു പാട്ട് ഞാൻ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്, അത് കേൾക്കാം. മീൻസ് ഇനി റെക്കോർഡ് ചെയ്തിട്ട് ഇപ്പൊ വെച്ചിട്ടുണ്ട് സംഭവം. അറിയുമോ നീ എന്നെ, അറിയുമോ നീ എന്നെ, അറിയുമോ നിങ്ങൾ എന്നെ, മകളായി ഭാര്യയായി പെങ്ങളായി അമ്മയായി ജന്മങ്ങൾ തള്ളുമെന്നെ, ജന്മങ്ങൾ തള്ളുമെന്നെ. അറിയുമോ നീ എന്നെ, അറിയുമോ നീ എന്നെ, അറിയുമോ നിങ്ങൾ എന്നെ, മകളായി ഭാര്യയായി പെങ്ങളായി അമ്മയായി ജന്മങ്ങൾ തള്ളുമെന്നെ, ജന്മങ്ങൾ തള്ളുമെന്നെ. വഴിവക്കിലെ ചതിക്കുഴികളിൽ വീഴുന്ന പിടയുന്ന പെങ്ങളായി.
അറിയുമോ നീ എന്നെ, അറിയുമോ നീ എന്നെ, അറിയുമോ നിങ്ങൾ എന്നെ? മകളായി ഭാര്യയായി പെങ്ങളായി അമ്മയായി ജന്മങ്ങൾ തള്ളുമെന്നെ, ജന്മങ്ങൾ തള്ളുമെന്നെ. അറിയുമോ നീ എന്നെ, അറിയുമോ നീ എന്നെ, അറിയുമോ നിങ്ങൾ എന്നെ? മകളായി ഭാര്യയായി പെങ്ങളായി അമ്മയായി ജന്മങ്ങൾ തള്ളുമെന്നെ, ജന്മങ്ങൾ തള്ളുമെന്നെ. വഴിവക്കിലെ ചതിക്കുഴികളിൽ വീഴുന്ന പിടയുന്ന പെങ്ങളായി, പുകയും മടുപ്പുകൾ ചിതകളായി തീർന്നതിൽ എരിയുന്ന ഭാര്യയായി. തലമുറകൾ മാറ്റങ്ങൾ ഉണരും പ്രചണ്ഡമാ ചിതലിച്ച ഗോപുരം കടപുഴക്കും കൊടുങ്കാറ്റുകൾ ഗർഭം ധരിച്ചു നിൽക്കുന്നൊരു അമരമാതൃത്വങ്ങളെ അറിയണം, അതു നിങ്ങൾ പറയണം. ഞങ്ങൾ ഈ ഉലകിന്റെ അമ്മമാർ ഇടനെഞ്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ടലറുന്നു. അറിയുമോ നീ എന്നെ, അറിയുമോ നീ എന്നെ, അറിയുമോ നിങ്ങൾ എന്നെ? ശരിക്കും സാർ ഈ പാട്ടുകളെല്ലാം തന്നെ ഇപ്പോ പഴയകാല പാട്ടുകൾ ഇപ്പൊ പ്രസിദ്ധ ചേച്ചി പാടുമ്പോഴാണെങ്കിലും ഈ പുത്തൻ തലമുറയുടെ പാട്ടുകൾ ഇന്ദുലേഖ പാടുമ്പോഴാണെങ്കിലും എപ്പോഴും സ്ത്രീയുടെ ആ ഒരു ഗദ്ഗതം അല്ലെ, നമ്മുടെ ആ ഒരു ചോദ്യമാണ്, നമ്മൾ സൊസൈറ്റിയോട് ചോദിക്കുന്ന ചോദ്യം, ഇതെല്ലാം ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുകയാണ് സാർ. ഇതുകൊണ്ടൊക്കെ ഇപ്പോഴും എന്താണ് ഒരു മാറ്റം വരാത്തത്? മാറ്റം വരാച്ച നമ്മൾ ഈ കാണുന്ന ഈ ഡോമിനേറ്റഡ് കൾച്ചർ എന്ന് പറയുന്നത് ഈ പുരുഷാധിപത്യ സംസ്കാരം, ഇതിനെ മറികടക്കാൻ അത്ര എളുപ്പമല്ല, നിരന്തര സമരത്തിലൂടെ നേരിടാൻ പറ്റുന്നതാണ്. പക്ഷെ പണ്ട് ഉള്ള അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമാവുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് സമീപകാലത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പറയാൻ തുടങ്ങിയിരിക്കുന്നു, ധൈര്യമായി കാര്യങ്ങൾ നേരിടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഇത് വല്ലാത്ത രീതിയിലുള്ളൊരു അന്താളിപ്പ് പുരുഷ മേധാവിത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് വളരെ പോസിറ്റീവായിട്ടുള്ള സംഗതിയാണ്. ഇനി വരുന്ന കാലങ്ങളിൽ അതൊക്കെ മാറുന്നുള്ളതൊക്കെ സ്ത്രീകളുടെ ദൃശ്യത എല്ലാ മേഖലയിലും ഉണ്ടാവുന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിലുള്ള ഇടപെടൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് ശാസ്ത്രാസാഹിത്യ പരിഷത്ത് ഒരു കലാജാഥ സംഘടിപ്പിച്ചിരുന്നു. അതൊരു സ്ത്രീ തന്നെ സ്ക്രിപ്റ്റ് എഴുതി, സജിത മഠത്തിലാണ് ആ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. അതിൽ ഇന്ദുലേഖ ഒരു നല്ല പാട്ട് പാടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ നാടകത്തിനെ ലൈവാക്കുന്നതിലും അതുവരെ ഇപ്പോൾ ഒരു സാമ്പ്രദായിക രീതിയാണ് പരിഷത്ത് അവലംബിച്ചിരുന്നത്. ഇപ്പോൾ VKSന്റെ ഗാനങ്ങൾ മാത്രമാണ് പരിഷത്തിന് സാധ്യമാവുള്ളൂ എന്ന് വിചാരിച്ച കാലത്ത് പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള ഇടപെടൽ വരികയും അത് ജനം മുഴുവൻ ഏറ്റെടുക്കുന്ന രീതിയിൽ വരികയും ചെയ്തു. ആ പാട്ട് ഇന്ദുലേഖ ഇവിടെ ആലപിക്കും. അത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആദ്യമായിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ ഹിപ്പ് ഹോപ്പ് ഒക്കെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ സജിത ചേച്ചിയാണ് എന്നെ ഇങ്ങനെ ഒരു പാട്ട്, ഈ പെൺറാപ്പ് കേട്ടിട്ട് അങ്ങനെ ഒരു പാട്ട് എഴുതുവോ, അതിന് നമുക്കൊരു അങ്ങനെ ഒരു ടൈപ്പിൽ തന്നെ ഒരു ബീറ്റ്സ് ഒക്കെ കൊടുത്ത് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹമാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കേരളത്തിൽ ഇങ്ങോളം കുറെ സ്ഥലത്ത് അത് അവതരിപ്പിച്ചു. അപ്പൊ അതിന്റെ അവരിപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് ആ ഒരു പാട്ടിനെ പറ്റി. അപ്പൊ അത് വിത്തൗട്ട് മ്യൂസിക് എങ്ങനെയാ വരിക എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ അതൊരു സ്ട്രീറ്റ് പ്ലേ പോലെ ഉറക്കെ പാടി അവര് ലൈവായിട്ട് പാട്ട് അവിടെ പ്ലേ ചെയ്തു, ലൈവായിട്ട് അവരും പാടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കേൾക്കൂ എൻ കൂട്ടുകാരെ, കാണൂ എൻ നാട്ടുകാരെ, പെൺതലമുറ മാറി വഴികൾ മാറി തിരകൾ മാറി ഇവിടെ. കേൾക്കൂ എൻ കൂട്ടുകാരെ, കാണൂ എൻ നാട്ടുകാരെ, പെൺതലമുറ മാറി വഴികൾ മാറി തിരകൾ മാറി. എൻ വളകൾ ഉടയാ വളകൾ, എൻ വഴികൾ പുതുതാം വഴികൾ, എൻ വളകൾ ഉടയാ വളകൾ, എൻ വഴികൾ പുതുതാം വഴികൾ. ഞാൻ കാണും കനവുകൾ എന്നുടെ നിലവുകൾ എന്നുടെ വഴികൾ ശരികൾ. എൻ വളകൾ ഉടയാ വളകൾ, എൻ വഴികൾ പുതുതാം വഴികൾ. ഞാൻ കാണും കനവുകൾ എന്നുടെ നിലവുകൾ എന്നുടെ വഴികൾ ശരികൾ. വിളികൾ ഞാൻ കോയ്മ, അതിലുണ്ടവിടെ ഇവിടെ പോരായ്മ. ഈ തലമുറ കേൾക്കും വിളികളിൽ പലതിലും പതിയിരിക്കുമാൻ കോയ്മ. വിളികളിൽ ആൻകോയ്മ, അതിലുണ്ടവിടെ ഇവിടെ പോരായ്മ. ഈ തലമുറ കേൾക്കും വിളികളിൽ പലതിലും പതിയിരിക്കുമാൻ കോയ്മ. എൻ വളകൾ ഉടയാ വളകൾ, എൻ വഴികൾ പുതുതാം വഴികൾ. ഞാൻ കാണും കനവുകൾ എന്നുടെ നിലവുകൾ എന്നുടെ വഴികൾ ശരികൾ. എൻ വളകൾ ഉടയാ വളകൾ, എൻ വഴികൾ പുതുതാം വഴികൾ. ഞാൻ കാണും കനവുകൾ എന്നുടെ നിലവുകൾ എന്നുടെ വഴികൾ ശരികൾ. ഈ ഇത്തരത്തിലുള്ള പാട്ടുകളിലെ പണ്ടു ഈ നേരത്തെ സൂചിപ്പിച്ച ഈ നവോത്ഥാന മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് മൊത്തം ഉള്ളൊരു അവയർനെസിന്റെ ഭാഗമായിട്ട് പഴയ കാലത്തും അത്തരം ചില പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. KT മുഹമ്മദിന്റെ ഇതുഭൂമിയാണ് എന്ന പ്രസിദ്ധമായ നാടകത്തില് ഈ പെൺകരുത്ത് ആവിഷ്കരിക്കുന്ന ഒരു പാട്ട് ഉണ്ട്. ഇപ്പൊ ഇന്ദുലേഖ പാടിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ആ പാട്ട്
പ്രസിദ്ധ ചേച്ചി പാലം. കൈലൂകൾ പിടിക്കണ കൈകളുണ്ടുയരണ കൈകളിൽ കിലുങ്ങണ വളകളൊച്ച കൂട്ടണ കൈകൾ പിടിക്കണ കൈകളുണ്ടുയരണ കൈകളിൽ കിലുങ്ങണ വളകളൊച്ച കൂട്ടണ വാതില് തുറക്കണ ഒച്ചയുണ്ട് കേക്കണ കാതില് തറക്കണ മാതിരി പറക്കണ കാതില് തുറക്കണ ഒച്ചയുണ്ട് കേക്കണ കാതില് തറക്കണ മാതിരി പറക്കണ കറുപ്പായ കൈലുകൾ കൊടികളായി കുടിക്കണ കറുത്തോരടുക്കള വിട്ട് പടക്കിറങ്ങണ കറുപ്പായ കൈലുകൾ കൊടികളായി കുടിക്കണ കറുത്തോരടുക്കള വിട്ട് പടക്കിറങ്ങണ കൈലുകൾ പിടിക്കണ കൈകളുണ്ടുയരണ കൈകളിൽ കിളുക്കണ കൈകളിൽ കിളുങ്ങണ വളകളൊച്ച കൂട്ടണ. ഈ സംഗീതത്തിലെ ഈ പുരുഷാധിപത്യത്തെ നേരിടാനുള്ള മാർഗം സ്ത്രീകൾ തന്നെ കമ്പോസ് ചെയ്യുക, സ്ത്രീകൾ തന്നെ പിന്നെ പാടുക. അങ്ങനെ അതായത് പണ്ടത്തെ ഒരു സങ്കല്പം അനുസരിച്ച് പെൺശബ്ദം വീടിന്റെ ഉത്തരം കേൾക്കരുത് എന്നുള്ള സങ്കല്പം ഉണ്ടായിരുന്നല്ലോ. അതുപോലെ അത് വാസ്തുവിൽ സ്ത്രീയെ പുതുക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതി ആയിരുന്നല്ലോ. ഇപ്പൊ നിലവിളിച്ചില്ലെങ്കിൽ യാതൊരു രക്ഷയില്ല. കാൽനകം കൊണ്ട് കളം വരയ്ക്കുന്ന ലജ്ജാ നമ്പർവികളാണ് കേരളത്തിന്റെ സ്ത്രീ സൗന്ദര്യത്തിന്റെ ലക്ഷണം എന്നുള്ള അത് ആൺകാഴ്ചാപരമായിട്ടൊരു കാഴ്ചപ്പാടാണ്. പുതിയ കാലത്ത് തലയുയർത്തി പിടിച്ച് നടക്കുന്ന സ്ത്രീയാണ് വാസ്തുവിൽ ശത്രു നേരെ വരണ്ടെങ്കിൽ തിരിച്ചറിയെങ്കിലും വേണ്ടേ. ഇപ്പൊ ഇത് പറഞ്ഞപ്പോ പുതിയ കാലത്തെ മ്യൂസിക് ഡയറക്ടേഴ്സിൽ കുറച്ച് പേരൊക്കെ വളരെ കുറവാണ്, എന്നാലും അതിലുള്ള ഒരാളാണ് സയനോര ചേച്ചി. അപ്പോൾ സയനോര ചേച്ചി വളരെ വളരെ എന്താ പറയാ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള തോട്ട്സ് ഉള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്, മ്യൂസീഷ്യനാണ്. അപ്പൊ സയനോര ചേച്ചി ചേർന്നിട്ട് ഞാൻ WCD വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന് വേണ്ടി ഒരു വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവർക്കും നിർബന്ധമായിരുന്നു സയനോര ചേച്ചി തന്നെ മ്യൂസിക് ചെയ്യണം എന്ന്. അപ്പൊ അതില് ലിറിക്സ് ചെയ്തിരിക്കുന്നത് വൈശാഖ് എന്ന് പറഞ്ഞൊരു പയ്യനാണ്. അതിന്റെ മെലഡി പാർട്ട്, അതിന്റെ റാപ്പ് പാർട്ട് ഞാനാണ് ചെയ്തത്. അപ്പം ഞാൻ സയനോര ചേച്ചിക്ക് വേണ്ടി ഒരു ട്രിബ്യൂട്ട് പോലെ നമുക്ക് അത് ഞാൻ ഇന്നെന്നാകാശം തീരില്ലെന്നാവേശം സർവം സഹവേശം അത് വേണ്ടായി കാലങ്ങൾ കാതങ്ങൾ പോകേണം ദൂരങ്ങൾ സർവം നടദോഷം അത് വേണ്ടായി ഞാനെൻ മാർഗം ഇനി ഞാനാണെൻ സ്വർഗം ഈ ലോകം കാണും ഇനി ഞാനാകും വേഗം. Yes, I'm the woman. As I'm the woman. അങ്ങനെ വന്നു. നിറങ്ങൾ മായ്ച്ചിടേണ്ട, വിലങ്ങു വെച്ചിടേണ്ട, ഉയർന്ന നാവിനെ തളർത്തുവാനും നോക്കിടേണ്ട. പഴയൊരു കാലമല്ല, പഴകിയ ചിന്തയില്ല, പരിധികൾ മായ്ച്ചു ഞാൻ പറന്നിടുമിനി കണ്ടുകൊള്ളുക നിങ്ങൾ ചിറകിലായി. പറന്നുയർന്നു പോയിടാം ചലനമായി, വരും ദിനങ്ങൾ മാറ്റിടാം. പഴയ മുറകൾ വേണ്ട, ഇനി പതിവ് നുണകൾ വേണ്ട, കടിച്ചു തൂങ്ങി നിൽക്കുവാൻ മെനക്കെടേണ്ട നാം. ഇനി ഇരുട്ടകങ്ങൾ വേണ്ട, ഇരുണ്ട നാളുകളില്ല, ഇനി ഉറച്ച ചുവടു വെച്ചു ലക്ഷ്യമെത്തി നിൽക്കും ഞങ്ങൾ. ഞാനെൻ മാർഗം ഇനി ഞാനാണെൻ സ്വർഗം ഈ ലോകം കാണും ഇനി ഞാനാണെൻ വേഗം. ഇതിപ്പോ സിനിമാ പാട്ടിന്റെ രംഗത്ത് നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നാടൻ പാട്ട് രംഗത്ത് ഈ പറഞ്ഞ പോലെ സ്ത്രീ വിരോധമുള്ള ഒരുപാട് നാടൻ പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ജനങ്ങൾ പലരും ഏറ്റെടുത്തുള്ള പല പാട്ടുകൾ നമ്മളോട് ആവശ്യപ്പെടുന്ന പല നാടൻ പാട്ടുകളുടെ വരികൾ ലിറിക്സ് ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ് പ്രസിദ്ധ ചേച്ചി ഇങ്ങനെ
എന്താണ് ഇത്ര വിരോധം? ഇപ്പൊ നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരുടെ മുഖം എനിക്ക് സങ്കല്പിക്കാനായിട്ട് സാധിക്കും. ഇതെന്താണ് ഇവര് സ്ത്രീകളെ മാത്രം ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത്? പലരുടെയും വിചാരം അല്ലെങ്കിൽ പലരുടെയും തെറ്റായ ധാരണ അല്ലേ സർ, അല്ലെങ്കിൽ പുരുഷ വിരോധികളായിട്ടാണ് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്നാണ്. നമ്മളെല്ലാവരും ഫാമിലിയിൽ നിന്ന് വരുന്നവരാണ്, നമുക്കും അച്ഛനുണ്ട്, സഹോദരന്മാരുണ്ട്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ ഞാൻ ചേച്ചിയോടായാലും ഇന്ദുലേഖയോടായാലും ചോദിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു സ്ത്രീ പക്ഷത്ത് നിന്നുള്ള പാട്ടുകളിലേക്ക് എത്താനുള്ള ഒരു കാരണം? അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ ചില സ്ത്രീകളുടെ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളുടെ ഒരു പ്രതിഫലനം പോലെ പലരും എഴുതുന്നുണ്ട്. പക്ഷേ ഈ ഫീൽഡിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏത്, നമ്മൾ സാധാരണ സ്റ്റേജിൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാം പോലും നേരിട്ട് കാണുന്ന ആളുകൾ അത് വളരെ നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നല്ല അഭിപ്രായം. അതെ, പ്രത്യേകിച്ച് പുരുഷ ജനങ്ങളുടെ ഇടയിലേക്ക് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിരുന്നാലും അവർ സെപ്പറേറ്റ് ഇരുന്നാലും ആ പുരുഷന്മാർ മാത്രം ഇരിക്കുന്ന ആളുകളുടെ ആ ഒരു ഗ്രൂപ്പിന്റെ ഇടയിലേക്ക് ഇറങ്ങിപ്പോയി പാടുന്ന ആളുകളാണ് ഞാനൊക്കെ. എന്നിരുന്നാൽ പോലും ഈ ഒരു ധൈര്യത്തിന് അപ്രിഷിയേറ്റ് ചെയ്തു വരുന്ന കുറെ ആൾക്കാരുണ്ട്. നേരിട്ട് കാണുമ്പോൾ ഒന്നും പറയൂല, പക്ഷെ ഇവർക്കെല്ലാം മുറുമുറുക്കാൻ പറ്റിയ കുറെ സൈബർ ഇടങ്ങൾ ഉള്ളത് കൊണ്ട് ഈ ഒരു എന്താ പറയാ, ഈ ഒരു സാധ്യത കൂടി വരികയാണ്. പക്ഷെ അതിനെ ഒപ്പോസ് ചെയ്യാവുന്ന രീതിയിൽ കുറെ സ്ത്രീകളുടെ മനസ്സ് പാകപ്പെട്ട് കഴിഞ്ഞു. ചില സിനിമകളിൽ കേട്ടിട്ടുള്ള പോലെ ആദ്യം നമുക്ക് കുറച്ച് വിഷമമൊക്കെ തോന്നും, പിന്നെ അതങ്ങോട്ട് ശീലവും, പിന്നെ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ പഠിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഈ മനുഷ്യരെ ഒരുപോലെ കാണാതെ നേരത്തെ പറഞ്ഞ പോലെ ഈ അടുക്കളകളിൽ അത് പറഞ്ഞ പോലെ വീടിന്റെ ഉള്ളറകളിൽ പിടിച്ചിട്ട് അങ്ങനെ ഒരു സംസ്കാരം പ്രത്യേകിച്ചും കേരളത്തിൽ ഈ ഒരു സദാചാര ചിന്താഗതി മാറാത്തിടത്തോളം കാലം നമ്മുടെ സ്ത്രീകളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഇപ്പോ എല്ലാവരും അവര് പറയുന്നുണ്ട് ഞങ്ങൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്ത്രീകൾ മുന്നോട്ട് നയിക്കുന്നുണ്ടെന്ന്. ഇതൊരു ഷോ ഓഫ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലല്ലോ ശരിക്കും അത് നേരിട്ട് മേടിക്കേണ്ടത് അവകാശം തന്നെയല്ല. ആരെങ്കിലും പുരുഷൻ കനിഞ്ഞു നൽകേണ്ടതാണ്. ഞാൻ ചിലർ പറയാറുണ്ട്, ചില പുതിയ ലൈനിലൊക്കെ പറഞ്ഞു ഞാൻ എന്റെ ഭാര്യക്ക് അവസരം കൊടുക്കും. അതന്നെ ഭയങ്കര ആധിപത്യമാണ്. ഞാൻ മുകളിലും കൊടുക്കുന്നുണ്ട്. ആ ഒരു ചിന്താഗതി മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ഡോമിനേഷൻ നമ്മളാകുന്ന സ്ത്രീജനങ്ങൾ തന്നെ ഈ ഫീൽഡിൽ ഇടിച്ചു കയറാൻ തയ്യാറാവും. ഇപ്പോ സോഷ്യൽ മീഡിയയിലാണെങ്കിലും എത്രയോ പ്രൊഫൈൽസ്, അതായത് അവര് ഫെമിനിസത്തിന് കംപ്ലീറ്റ് എതിരായിട്ടുള്ള പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഇപ്പൊ എൻ്റെ ആയിട്ടുള്ള 4-5 റാപ്പുകളുണ്ട്, അതിന്റെ മെയിൽ വേർഷൻ ഉണ്ടാക്കുക, അത് പോസ്റ്റ് ചെയ്യുക. അപ്പൊ അതിന് കിട്ടുന്ന സപ്പോർട്ട് അവര് ആസ്വദിക്കുക. അപ്പൊ അവര് ഫെമിനിസത്തിന് അവരുടേതായിട്ടുള്ള ഡെഫിനിഷൻ ഉണ്ടാക്കുക. അത് ഇന്ന ആള് ഇന്ന വർഷത്തിന് പറഞ്ഞു എന്നുള്ളതൊക്കെ അവര് തന്നെ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഡെഫിനിഷൻ. ഇത് പുരുഷന്മാർക്ക് എതിരായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് ഇതിന് എന്നുള്ളത് അവര് തന്നെ പറയുന്നു, അവര് തന്നെ പ്രചരിപ്പിക്കുന്നു. അതിന് ലൈക്സ് കിട്ടുന്നു, അവര് സന്തോഷിക്കുന്നു. അതൊരു സൈബർ ഒരു മാനിയായി മാറി. ഇപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സ് വളമാക്കുന്നവരാണ് ഞങ്ങൾ കലാകാരന്മാരെന്ന് മനസ്സിലാക്കാത്ത കുറെ പൊട്ടന്മാരെന്നാ ഞാൻ പറയുന്നത്. ആ ഒരു വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുള്ളൂ. വെറും പൊട്ടന്മാര് ആണ് ഈ നെഗറ്റീവ് അടിക്കുന്നത്. കാരണം നിങ്ങൾ എന്നെ പ്രത്യേകം പരിശോധിച്ച് നോക്കൂ. ഫേസ്ബുക്കില് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ ഒരു ഫോട്ടോ ഇട്ടു, അതിന്റെ താഴെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടു, ഈ അടുത്ത കാലത്ത് വയനാട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ കൊടുക്കുന്നുള്ള ഒരു മെസ്സേജ് ഞാനും എന്റെ മനോഹരനെ ഞങ്ങളെ പതിഫോക്ക് ബാൻഡ് ഇട്ടു. ഇത് നമ്മൾ വിചാരിച്ചത് എന്താ, മറ്റുള്ള ആളുകൾക്ക് ഇതൊരു പ്രചോദനമാവണം. ഒന്ന് തന്നെയുമല്ല, ഇപ്പൊ കൊച്ചു കുട്ടികൾ കാശ് പൊട്ടിച്ചു കൊടുക്കുന്ന പൈസ വരെ വന്നുകൊണ്ടിരിക്കുകയാണ്. പത്രത്തിലും മറ്റുള്ള മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മറ്റുള്ള നാടൻപാട്ട് കലാകാരന്മാർക്കാണെങ്കിൽ മറ്റുള്ള ആളുകൾക്കാണെങ്കിലും ഒരു പ്രചോദനം ആവട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ചെയ്തൊരു പരിപാടിയാണ്. ആ ടീമിന്റെ പൈസ അങ്ങനെ പോകുന്നു. ഞാനിപ്പോൾ ഫോക്ലോർ അക്കാഡമിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പറാണ്. നമുക്ക് അവിടെ ഒരു ഫണ്ട് ഉണ്ട്. കാഫ് എന്ന് പറയുന്ന വലിയൊരു സംഘടനയുടെ മെമ്പറാണ്. അവിടെ നമുക്കൊരു ഫണ്ട് ഉണ്ട്. ആ ഫണ്ടുകൾക്ക് പുറമെയാണ് നമ്മൾ ഇത് ചെയ്യണത്. ടീമായിട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രചോദനത്തിന് വേണ്ടിയിട്ട് വീഡിയോയുടെ അടിയിൽ വന്ന കമന്റ്സ് വായിക്കണം. പക്ഷേ ഒരു 10 കമന്റിന്റെ താഴെ കിടന്ന് ഫുൾ പോസിറ്റീവാ. അതെ. അപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സ് ആണ് മേലേക്ക് കയറി വരുന്നത്. അത് സോഷ്യൽ മീഡിയ തന്ത്രങ്ങളാണെന്ന് മനസ്സിലാക്കാത്ത കുറെ ആളുകൾ നമ്മുടെ ഈ സൊസൈറ്റിയിലുണ്ട്. അവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളിങ്ങനെ നെഗറ്റീവ് പറയും തോറും ഞങ്ങൾ ഇങ്ങനെ വെച്ചടി കയറിക്കൊണ്ടേയിരിക്കും. അതിലൊരു സംശയമില്ല. മാഷ് പറഞ്ഞ തീർച്ചയായും ഒരു പെണ്ണ് പിന്നെ സ്ത്രീകൾ പിന്നെ ഇങ്ങനെയാണ് ഇടപെടാൻ പോകുന്നത് എന്നുള്ള സൂചന കൊടുക്കാവുന്ന ഒരു പാട്ട്. അതെ.
ആ രാജവീതിയിൽ നാളത്തെ ഇന്ത്യയിൽ പാവങ്ങൾ പെണ്ണുങ്ങളല്ല നമ്മൾ. ആ രാജവീതിയിൽ നാളത്തെ ഇന്ത്യയിൽ പാവങ്ങൾ പെണ്ണുങ്ങളല്ല നമ്മൾ. സ്വന്തം കിടാങ്ങൾ തൻ പട്ടിണിയിൽ കരൾ നൊന്തും പിടഞ്ഞും സ്വയം ശപിച്ചും. സ്വന്തം കിടാങ്ങൾ തൻ പട്ടിണിയിൽ കരൾ നൊന്തും പിടഞ്ഞും സ്വയം ശപിച്ചും. ഇല്ല നശിക്കുവാനല്ല നാം കൂട്ടരെ സംഘസംഗീതമിതേറ്റു പാടൂ. സംഘസംഗീതമിതേറ്റു പാടൂ. ആ രാജവീതിയിൽ നാളത്തെ ഇന്ത്യയിൽ പാവങ്ങൾ പെണ്ണുങ്ങളല്ല നമ്മൾ. പാവങ്ങൾ പെണ്ണുങ്ങളല്ല നമ്മൾ. പാവങ്ങൾ പെണ്ണുങ്ങളല്ല നമ്മൾ. അടിപൊളി. ഇപ്പൊ പ്രസിദ്ധ ചേച്ചിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ചേച്ചിക്ക് അറിയാം, ചേച്ചി നമുക്ക് എല്ലാവർക്കും അറിയാം, ചേച്ചി ഒരുപാട് പടവെട്ടിയിട്ടാണ് ഈ ഒരു സ്ത്രീപക്ഷം അല്ലെ, പെൺപക്ഷത്തേക്ക്, പാട്ടിന്റെ പെൺപക്ഷത്തേക്ക് എത്തിയത് അല്ലെ. അത് നമുക്ക് എല്ലാവർക്കും സൊസൈറ്റിക്ക് മുഴുവൻ അറിയുന്ന കാര്യമാണ്. പടവെട്ടാൻ കൂടെ എന്നെ നയിച്ചു കൊണ്ടുവന്ന ആൾക്കാരാണ് എന്റെ മനുവേട്ടൻ, ചന്ദ്രേട്ടൻ, മാഷാണ് ഇനിഷ്യേറ്റർ. ജനനയന എന്ന് പറയുന്ന സംഘത്തിലേക്കാണ് ഞാൻ ചെന്നിറങ്ങണത്. തെരുവ് നാടകങ്ങൾ കളിച്ചിട്ട്, മാഷ് സംവിധാനം ചെയ്തിട്ടുള്ള തെരുവ് നാടകങ്ങൾ കളിച്ചിട്ടാണ് ഞാൻ. അപ്പൊ എന്റെ പല ഇന്റർവ്യൂവിലും മാഷെന്ന് എല്ലാവരും കേട്ടിട്ടുള്ളൂ. ആ മാഷാണ് ഈ ഇരിക്കുന്ന മനുഷ്യൻ. യെസ്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരുപാട് പടവെട്ടി ചേച്ചി എത്തി. തീർച്ചയായും. പക്ഷെ നമ്മളിപ്പോ നമ്മുടെ ഇവിടെ തന്നെയുള്ള നമ്മുടെ ഇന്ദുലേഖയുടെ അടുത്തേക്ക് വരുന്നു. ഇപ്പൊ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ അച്ഛനാണെങ്കിലും ഫാമിലി ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായ ഒരു ഫാമിലി, അച്ഛനാണെങ്കിൽ നല്ല വാത്സല്യമുള്ള ഒരു അച്ഛൻ, നല്ലൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് ഇന്ദുലേഖ വരുന്നത്. അപ്പം അങ്ങനെ പടവെട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു പുരുഷ മേൽക്കോയ്മയെ തോൽപ്പിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല ജീവിതത്തിൽ അല്ലെ. അല്ലെങ്കിൽ തന്നെ ഒരു ജീവിതം സ്മൂത്ത് ആണ് എന്ന് നമ്മൾ പുറമേ നോക്കുമ്പോൾ കാണുന്നതാണ്. എന്നാലും നല്ലൊരു അല്ല സപ്പോർട്ടീവായ ഫാദർ ഒക്കെ ഉള്ളൊരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. എങ്ങനെയാണ് അപ്പൊ ഈ ഒരു ഫെമിനിസം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ത്രീകളുടെ പക്ഷത്ത് സംസാരിക്കാനുള്ള ഒരു മെന്റാലിറ്റി എങ്ങനെയാണ് ഉടനെടുത്തത്? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം അതെ, വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അതിപ്പോ ഞാൻ അങ്ങനെ ജനിച്ചു, എനിക്ക് പ്രിവിലേജ് കിട്ടി എന്നുള്ളത് ഞാനത് സമ്മതിക്കുന്നു. പക്ഷെ സ്ത്രീ എന്ന സ്ത്രീയാണ്, സ്ത്രീ കാണുന്ന ലോകം വേറെയാണ്. നമ്മളുടെ ചുറ്റുമുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എൻ്റെ അനുഭവമാണെന്നില്ല. ഞാൻ ചെറുപ്പം മുതൽ കേൾക്കുന്ന അനുഭവങ്ങളാണ് പലതും. അമ്മ പറഞ്ഞിട്ടില്ല, അമ്മ ഇത്രയും പ്രിവിലേജ്ഡ് ആണെങ്കിലും അമ്മ രാവിലെ എഴുന്നേറ്റ് കാല് രണ്ടും ചക്രമാക്കി ഓടുന്നത് കൊണ്ടാണ് എൻ്റെ ഫാമിലി മൊത്തം ഇത്രയും വരെ ഇന്ന് വരെ ഞാൻ ഇവിടെ നിൽക്കണത്. എൻ്റെ മോനെ വരെ നോക്കുന്ന പല സമയങ്ങളിലും അമ്മയാണ്. അപ്പൊ അമ്മ പറയുന്ന കാര്യങ്ങൾ, എൻ്റെ ഫ്രണ്ട്സ് രാത്രി ഇറങ്ങി നടക്കുമ്പോൾ അവര് നേരിടുന്ന കാര്യങ്ങൾ, നമ്മൾ സേഫ് ആയിട്ടുള്ളത് വീടിന്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. അതായത് വീടിന്റെ ഉള്ളിൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കുമ്പോൾ എല്ലാവരും, ഞാനെന്നല്ല ഏത് പ്രിവിലേജ് ഇല്ലാത്ത ആളും വീടിന്റെ അകത്ത് സേഫ് ആയിരിക്കും. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ആസ് ആൻ ഇൻഡിപെൻഡന്റ് ഒരു വുമൺ ആവുമ്പം ഞാൻ നേരിടുന്ന പ്രശ്നങ്ങളും ഏത് സ്ത്രീ നേരിടുന്ന പ്രശ്നം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി 4 ആളെ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, എല്ലാവരും ഇതേ പ്രശ്നങ്ങളെ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അത് സംസാരിക്കാനുള്ള എനർജി, ഒരു ഊർജം അല്ലെങ്കിൽ അതിനുള്ള ഫയർ എൻ്റെ ഉള്ളിൽ വന്നത് മേ ബി ഞാൻ എൻ്റെതായിട്ടുള്ളൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു കാര്യം എൻ്റെ മനസ്സിൽ വന്നു. എപ്പോഴും ജയരാജാരുടെ മോള് അങ്ങനെ കേൾക്കണം മാത്രം പോരാ, എൻ്റെ പേര്, എൻ്റെ പാട്ട്, അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടാക്കണം എന്ന് എനിക്കുണ്ടാവുമല്ലോ. അതൊക്കെ തന്റെ അതെ, ഏത് സ്ത്രീന്നല്ലാതെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. സ്ത്രീകൾക്ക് അത് ഇപ്പൊ അറിയപ്പെടുന്നത് ഇന്ദുലേഖയുടെ അച്ഛൻ ജയരാജ് വാര്യർ എന്നാക്കി മാറ്റി എന്നാണ്. അതെ അതെ അതെ. അങ്ങനെ അതൊരു മോശമായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്കിപ്പോ ഒരു വർക്ക് പ്ലേസിൽ നമ്മൾ ചെന്നാൽ ഇന്ന ആളുടെ മോളല്ലേ എന്ന് ചോദിക്കണേക്കാളും ഇന്ന പേര് വിളിച്ച് നമ്മളെ അഭിസംബോധന ചെയ്യണമായിരുന്നു. അതെ, ഐഡന്റിറ്റി. അതെ. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ എന്റേതായിട്ടുള്ള എഫേർട്സ് എടുത്തു തുടങ്ങിയത്. അങ്ങനെയാണ് എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ പ്ലേ ബാക്കിലോ ഇതിലൊന്നും അങ്ങനെയൊന്നും അല്ല. ഞാൻ എന്റെ സ്ഥാനം, എന്റെ പേര് എഴുതിയെടുത്തത് റാപ്പിൽ കൂടെ തന്നെയാണ്. അപ്പോ എത്ര പ്രിവിലേജ്ഡ് ആണെങ്കിലും പ്രിവിലേജ് നമ്മൾ ഒരു ഘട്ടം വരെ അത് ഉണ്ടാവുള്ളൂ. പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് അവസരങ്ങളാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഇത് കഴിഞ്ഞെങ്കിലും ഒന്ന് ഇടയിൽ കയറുകയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ രണ്ടും രണ്ട് സാഹചര്യത്തിലുള്ള ആളുകളാണ്. അത് നല്ലൊരു കമ്പാരിസൺ ആണ്. വേറൊരു കാര്യം, ചില കാര്യങ്ങൾ എടുത്തു പറയേണ്ട കാര്യം, നല്ല കുടുംബം, നമ്മുടെ
അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഫുൾ സപ്പോർട്ടോടെ കുടുംബം കൂടെ നിന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അതെ, അതല്ലെങ്കിൽ ഞാൻ മാഷ മുന്നിൽ നിങ്ങളുടെ ആരുടെ മുമ്പിൽ ഞാൻ ഉണ്ടാവില്ല. അപ്പോ എത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത, തീരെ ജീവിക്കാൻ ഒരു മാർഗമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും നമ്മളെ നമ്മുടെ വഴിക്ക് വിടാനുള്ള ഒരു നല്ല വിശാലം മനസ്സുണ്ടായിരുന്നു. ആ മനസ്സിന്റെ ഭാഗം ആയതുകൊണ്ടാണ് ഞാൻ പടവെട്ടി കയറാൻ പറ്റിയത്. പിന്നെ പടവെട്ട് തുടങ്ങിയത് ഒന്ന് ദാരിദ്ര്യത്തിനാണ്. ദാരിദ്ര്യം മീഡിയയിൽ കൂടെ പറയുമ്പോൾ സിമ്പത്തി പിടിച്ചു പറ്റാനാണോ എന്ന് പലരും ചോദിക്കും. കാരണം കുറെ ദാരിദ്ര്യം പറഞ്ഞ കലാകാരന്മാരുണ്ട്, അവരവരുടെ അനുഭവം പറയാം. ഞാൻ എൻ്റെ അനുഭവമാണ് പറയണത്. ദാരിദ്ര്യം തന്നെയാണ് മുന്നോട്ട് നയിച്ചത്. അതിന് പുറമെ ഉണ്ടായത്, ഞാൻ 17 വയസ്സിലാണ് ഞാൻ ഇറങ്ങുന്നത്, 2002 എനിക്ക് തോന്നുന്നു. ഇന്ദുലേഖയൊക്കെ ഈ ഒരു കാലഘട്ടത്തിന്റെ ചെറിയ കുട്ടിയാണ്. പക്ഷെ ഞാനൊക്കെ ഇറങ്ങുന്നത് ഒരു 24, 23, 24 വർഷം മുമ്പാണ് ഞാൻ ഇറങ്ങുന്നത്. ആ ഒരു സമയത്ത് ഞാൻ ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന സമൂഹത്തിന്റെ കാഴ്ചപ്പാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ കാണുന്ന പോലെയല്ല. ഈ പറഞ്ഞ പോലെ ഈ റാപ്പ് ഏറ്റെടുക്കുന്ന, DJ മ്യൂസിക് ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടം നല്ലത്. ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ എന്നെ കേരളവർമ്മ കോളേജിൽ പഠിക്കാൻ കൊണ്ടാക്കുന്നു. അവിടെ നിന്ന് മനോട്ടന്റെ കൂടെ ഞാൻ ഗൾഫിൽ പോകുന്നു. പിന്നെ തിരിച്ചിറങ്ങി വരുമ്പോ എന്റെ നാടും എന്നെ അറിയുന്ന ആളുകൾ എന്നെ പറഞ്ഞ് പരത്തിയിട്ടുള്ള ആ ഒരു പ്രായത്തിന്റെ ഒരു പെണ്ണായതുകൊണ്ടുണ്ടായ ചീത്തപ്പേരാണ് എന്നെ ഈ ഒരു വഴിക്ക് പടവെട്ടാൻ നയിച്ചത്. വേറെ ഒന്നുമില്ല. പിന്നെ പടവെട്ടി കയറണം ഞാൻ തീരുമാനിച്ച ചീത്തപ്പേര് കൊണ്ടാണ്. അപ്പൊ ഇൻഡയറക്ട്ലി ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ നയിച്ചത്. അപ്പൊ സ്ത്രീ ആയതുകൊണ്ട് തന്നെ പടവെട്ടി കയറാൻ മുന്നിട്ടിറങ്ങിയതിന്റെ കാരണം ചീത്തപ്പേരാണ്. അതെ. ഇനി ക്ലാസ് എന്നുള്ള രീതിയിൽ നമ്മൾ വിലയിരുത്തൽ, സ്ത്രീകൾ ഏത് ക്ലാസ്സിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അവരനുഭവിക്കുന്ന ഒരു സമാനമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ അവരൊരു വർഗ്ഗമാണ്. അതെ, പാട്ടും പറച്ചിലുമാണ് നമ്മളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി പറച്ചില് നിർത്തി കുറച്ച് പാട്ടിലേക്ക് പോയാലോ? അപ്പൊ ഇനി ഓണത്തിന്റെ സീസണൊക്കെ ആണ്. പിന്നെ നിങ്ങളുടെ പുതിയ അതൊക്കെ ഞങ്ങൾ കാണാൻ വേണ്ടിയും കേൾക്കാൻ വേണ്ടിയൊക്കെ കാത്തിരിക്കുകയാണ്. പ്രസിദ്ധ ചേച്ചിയുടെ എന്തൊക്കെയാണ് പുതിയ വിഭവങ്ങൾ ഓണത്തിന്റെയും ഈ സീസണിന്റെയും? നമ്മുടെ പുതിയ സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പാട്ട് എടുത്തിട്ട്, അത് മണിച്ചേട്ടൻ പാടി പാട്ടാണ് കേട്ടോ. പണ്ട് മാഷ്ക്ക് ഓർമ്മയുണ്ടോ മണിച്ചേട്ടന്റെ പാട്ടുകൾ നമ്മുടെ ജനനായകൻ പാടുന്ന സമയത്ത് മനുവേട്ടൻ അടക്കമുള്ള കലാകാരന്മാരെ അവിടെ ചോദിച്ചിട്ടുണ്ട്. പല ഭയങ്കര തനിമ കൊണ്ടടക്കുന്ന കുറെ നാടൻപാട്ടുകാരെന്ന് അവകാശപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവര് പണ്ട് മാഷോടും മനുവേട്ടനും അടക്കമുള്ള കലാകാരന്മാരോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്, ഇതാണോടെ നാടൻപാട്ട് എന്ന് ചോദിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മുടെ മണിച്ചേട്ടനാണ് നാടൻപാട്ടിനെ ജനകീയവൽക്കരിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരാളെന്നുള്ള തിരിച്ചറിവ് വന്നിട്ട് ആ നാടൻപാട്ട് കലാകാരന്മാരും മൊത്തം അത് എടുത്തു പറയാണ്, നാടൻപാട്ട് കലാകാരന്മാരായിരുന്നു അത്. അവരെല്ലാം മാറി മണിച്ചേട്ടന്റെ പാട്ടുകളില്ലാതെ അവർക്കും ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലേക്ക് ഒരു സമയം വന്നു ചേർന്നു. അപ്പൊ മണിച്ചേട്ടൻ പാടിയിട്ടുള്ള അറുമുഖം വെങ്കിടങ്ങ്, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അറുമുഖേട്ടൻ എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ് ഞാൻ സ്റ്റാർട്ടിങ് ആയിട്ട് പാടുന്നത്. എല്ലാ പ്രാവശ്യം പാടുമ്പോൾ മണിച്ചേട്ടൻ പാടിയ ഒരു പാട്ടാണ് ഞാൻ ആദ്യം പാടാറുള്ളത് ഈ കാലഘട്ടത്തില്. അപ്പൊ പാട്ട് ഇങ്ങനെയാണ്: നോക്കല്ലേ നോക്കല്ലേ ചേട്ടാ നിന്റെ ചോളിക്കണ്ണിട്ടുള്ള നോട്ടം, ഉള്ളിന്റെ ഉള്ളിൽ കൊളുത്തി ഒരു ചീനക്കൂടക്കമ്പി പോലെ, ഒരു ചീനക്കൂടക്കമ്പി പോലെ, പഞ്ചാര കുഞ്ചി എന്നാണോ എന്നെ കണ്ടപ്പോ നിന്നുള്ളിൽ ചേട്ടാ, പാരയ്ക്കൊരുങ്ങല്ല ചേട്ടാ നിന്റെ പാട്ടിന് പോവട ചേട്ടാ, നിന്റെ പാട്ടിന് പോവട ചേട്ടാ, പഞ്ചാര കുഞ്ചി എന്നാണോ എന്നെ കണ്ടപ്പോ നിന്നുള്ളിൽ ചേട്ടാ, പാരയ്ക്കൊരുങ്ങല്ല ചേട്ടാ നിന്റെ പാട്ടിന് പോവട ചേട്ടാ, നിന്റെ പാട്ടിന് പോവട ചേട്ടാ, കെട്ടിയ പെണ്ണിനെ വിട്ടോ അതോ കെട്ടണ പൂതിനി വിട്ടോ, കെട്ടിയ പെണ്ണിനെ വിട്ടോ അതോ കെട്ടണ പൂതിനി വിട്ടോ, കപ്പട മീശ കണ്ടാരും ഇപ്പൊ പേടിക്കുന്നില്ലട ചേട്ടാ, ഇപ്പൊ പേടിക്കുന്നില്ലട ചേട്ടാ. ഇതാണ് ഈ സീസണിലെ ഫസ്റ്റ് പാട്ട്. ഇന്ദുലേഖ, യുവർ ചോയ്സ്. ഓണപ്പാട്ട്, ഓണപ്പാട്ടിലോട്ട് പോവാം. ഓക്കെ, ഒരു ഫോക്ക് ഓണപ്പാട്ടാ. ഓക്കെ. ആവണിത്തുടി പൊൻതുടി കൊട്ടുന്നു അമ്മാനം കുന്നിൽ, ആവണിത്തുടി പൊൻതുടി കൊട്ടുന്നു അമ്മാനം കുന്നിൽ, കാവളം കിളിപ്പൂപ്പട കൂട്ടുന്നു അമ്മാനം കുന്നിൽ, ഓണത്തിൻ വില്ലുകുലക്കടി താമര പൂമകളെ, താളത്തിൽ തുള്ളിക്കളിക്കടി തങ്ക നീലാക്കതിരേ, തെയ്യാരം തേരേറി തെക്കന്നം കാറ്റേവാ, പുലരുളിയുടെ നിറപൊലിയായ ആവണിത്തുടി അമ്പിളിത്തുടി, ആവണിത്തുടി പൊൻതുടി കൊട്ടുന്നു അമ്മാനം കുന്നിൽ, കാവളം കിളിപ്പൂപ്പട കൂട്ടുന്നു അമ്മാനം കുന്നിൽ, ഓണത്തിൻ വില്ലുകുലക്കടി താമര പൂമകളെ, താളത്തിൽ തുള്ളിക്കളിക്കടി തങ്ക നീലാക്കതിരേ, തെയ്യാരം തേരേറി തെക്കന്നം കാറ്റേവാ, പുലരുളിയുടെ നിറ
ഇത് പറഞ്ഞപ്പോ ഒരു കാര്യം പിടികിട്ടിട്ടോ. ഈ തൊട്ടാവാടി നമ്മൾ ശ്രദ്ധിച്ചിട്ടോ? തൊട്ടാവാടി തൊട്ടാൽ വാടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ അത് തൊടണേ. പക്ഷെ നമ്മളൊരു പ്ലാവ് കണ്ടാലോ മാവ് കണ്ടാലോ അതിന്റെ ഇല നമ്മൾ തൊട്ട് നോക്കൂല, കാരണം അത് വാടൂല. അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾ എപ്പോഴും തൊട്ടാവാടികളായിട്ട് ഇരിക്കുമ്പോഴാണ് തൊടാനൊരു ഉത്കണ്ഠ വരെ എല്ലാവർക്കും. വാടുന്ന് ഉറപ്പുള്ളതുകൊണ്ടാ. നമ്മളൊന്ന് തൊട്ടാവാടിന്ന് അങ്ങോട്ട് മാറിയിട്ട് ഒന്ന് പ്ലാവോ മാവോ ആയി മാറുകയാണെങ്കിൽ ഒരാളെ നമ്മളെ തൊടാൻ വേണ്ടി വരില്ല. തൊടാൻ വേണ്ടി വരും എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ പിടിച്ച് മറ്റേ വേറൊരു വാക്ക് പീഡന കേസിൽ പെടണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളെ തളർത്താൻ ഒരാളും വരില്ല നമ്മൾ തൊട്ടാവാടികളല്ലാണ്ടിരുന്നാല്. ഇപ്പോഴത്തെ കാലത്താണല്ലോ ഈ കാഡ്ബറീസും ചോക്ലേറ്റും ഒക്കെ ഉള്ളത് അല്ലെ, ചോക്ലേറ്റ് വെണ്ണയെന്നൊക്കെ പറഞ്ഞ് വിളിക്കുക, അല്ലെങ്കിൽ ചോക്ലേറ്റിനെ മധുരത്തോടെ ഉപമിക്കുന്നത്. പണ്ട് അങ്ങനെയൊന്നുമില്ല, കൽക്കണ്ടം ശർക്കരയൊക്കെയാണ് ഒരു മധുരത്തിന്റെ ഇതായിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ ചേച്ചിയുടെ, എന്താ പറയാ, ശർക്കരയും കൽക്കണ്ടം ഒക്കെ ഉള്ളു കടയിൽ കിട്ടാനായിട്ട്, മധുരം എന്ന് പറയുന്ന നമ്മുടെ ഒരു കോൺസെപ്റ്റിൽ അതാണ് അന്ന്. അപ്പൊ ആ ഒരു കാത്തിരിക്കുന്ന ഒരു അല്ലെ വാങ്ങാൻ പോയ. അതെ അതെ, ആക്ച്വലി അതൊരു ട്രഡീഷണൽ നാടൻപാട്ടാണ് എന്റെ ഒരു അറിവില്. ഞാൻ കേട്ടിട്ടുള്ളത് നമ്മുടെ കരിന്തലക്കൂട്ടം എന്ന് പറയുന്ന സംഘത്തിലെ മിൻചേച്ചി പാടിയത്. എനിക്ക് ഭയങ്കര ആരാധനയുള്ള ഒരു പാട്ടുകാരാണ് മിൻചേച്ചി. പൂങ്കുയിലെ തുടങ്ങിയുള്ള പാട്ടുകളൊക്കെ മിൻചേച്ചി പാടുന്ന കേട്ടാൽ നമുക്ക് കൊതിയായി പോകും. കുട്ട കുട്ട കരയല്ലേ കുട്ട, കരയല്ലേ പിരിയല്ലേ കുട്ട, കുട്ടന്റെ ലപ്പം വരുമ്പം ചക്കര കൊണ്ടുവരും. കുട്ട കുട്ട കരയല്ലേ കുട്ട, കരയല്ലേ പിരിയല്ലേ കുട്ട, കുട്ടന്റെ ലപ്പം വരുമ്പം ചക്കര കൊണ്ടുവരും. വയ്യ പോകണ വയ്യാത്രക്കാരെ, വയ്യ പോകണ വയ്യാത്രക്കാരെ, എന്റെ ലപ്പനെ കൊച്ചുട്ടന്റെ അപ്പനെ നിങ്ങളെ കാണാറുണ്ടോ? ചക്കര കിട്ടാഞ്ഞിട്ടല്ല, പീഡിയത്തോറക്കാഞ്ഞിട്ടല്ല, കുട്ടനെ പെറ്റൊരു കാര്യം അപ്പനറിഞ്ഞില്ലടാ. കുട്ട കുട്ട കരയല്ലേ കുട്ട, കരയല്ലേ പിരിയല്ലേ കുട്ട, കുട്ടന്റെ ലപ്പം വരുമ്പം ചക്കര കൊണ്ടുവരും, ചക്കര കൊണ്ടുവരും, ചക്കര കൊണ്ടുവരും. ഇതിൽ പോലും ഈ പാട്ടിൽ പോലും അമ്മയാണത് പാടണെന്നുള്ളൊരു കോൺസെപ്റ്റാണ് അതില് പോലും വയ്യ പോകണ വയ്യാത്രക്കാരെ അച്ഛനെ കാണാറുണ്ടോ എന്ന് ചോദിക്കുമ്പോ തന്നെ അവിടെ അമ്മ ഒരു കുടുംബം കൊണ്ടുനടക്കാനുള്ള ബുദ്ധിമുട്ട് എത്രയാണെന്ന് നമുക്കറിയാം. തന്നെയല്ല ചക്കര കിട്ടാഞ്ഞിട്ടല്ല, പീഡ തുറക്കാഞ്ഞിട്ടല്ല, കുട്ടനെ പെറ്റ കാര്യം പോലും അച്ഛൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയണത്. ഈ നാടൻപാട്ട് ഒരു വലിയ ശാഖയാണ് ഈ താരാട്ടുപാട്ട് എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ ഉറക്കാൻ വേണ്ടിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള വരികളും പാട്ടുകളും ഉണ്ട്. ഭയങ്കരമായിട്ടും മെലഡിയസ് ആയിട്ടുള്ള പാട്ടുകളുണ്ട്. വാവേ വാവാവം വാവേ വാവോ, വാവേ വാവാവോ വാവേ. സൂര്യൻ മറഞ്ഞേ, ഇരുളും പരന്നേ, വാവേ വാവാവോ വാവേ. വാവേ വാവാവം വാവേ വാവോ, വാവേ വാവാവോ വാവേ. അല്ല, ഫേവറേറ്റ് ആയിട്ടൊരു സോങ് കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പാടാം. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട് തളിരാട് കാണിക്കയായി തന്നു, കൂടെറാൻ പ്രാവെല്ലാം പാറിപ്പോകേ, പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട് തളിരാട് കാണിക്കയായി തന്നു, കൂടെറാൻ പ്രാവെല്ലാം പാറിപ്പോകേ, ലാലാ 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 സർ, ഈ പാട്ടിന്റെ പെൺപക്ഷത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു റാപ്പ് പിന്നെ ഒരു ഫോക്ക് അല്ലെ, രണ്ടറ്റത്ത് രണ്ടുപേര് ഇരിക്കുകയാണ്. ഒരു രണ്ട് തലമുറകളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് രണ്ടുപേര് ഇരിക്കുന്നത്. അപ്പം സർ, ഇത് രണ്ടും കൂടെ
സാറിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ രണ്ട് സംഗീതത്തെയും മെർജ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും സാറിന്റെ അഭിപ്രായം എന്താണ്? അതായത് പുതിയ കാലത്തിന്റെ ഒരു ഭാവുകത്വം സംഗീതത്തിന്, ഇപ്പൊ ഈ ബാൻഡ് സംഗീതത്തിന്റെ ഒരു വല്ലാത്ത കാലമാണ്. യൂത്തിന് അട്രാക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള പുതിയ സംഗീതധാരകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ധാരാളമായി. അപ്പോൾ തീർച്ചയായിട്ടും ഈ പഴയ പാട്ടുകൾ തന്നെ ഇപ്പോൾ ഈ ബാൻഡ് സംഘങ്ങൾ പുതിയ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ പുതിയ നവീകരിക്കപ്പെടുന്ന ഈ ഭാവുകത്വത്തോടൊപ്പം സംഗീതവും സഞ്ചരിക്കാൻ മാർഗമുള്ളൂ, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഡേറ്റഡ് ആവും. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ കാലത്ത് ഇങ്ങനത്തെ സ്പേസ് ഉണ്ട്. ഈ ഫോക്ക് സോങ്സും റാപ്പ് സോങ്സും ഒരുമിച്ച് ചേരുന്ന രീതിയിലുള്ള ചില അറ്റംപ്റ്റുകൾ നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും പല സംഘങ്ങളും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് ഇന്നത്തെ ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാവുന്ന രീതിയിൽ ഈ രണ്ട് പഴയ കാലത്ത് രൂപപ്പെട്ടതാണെങ്കിലും അതിൻ്റെ താളങ്ങളൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പം നാടൻ പാട്ടുകളിലും അന്ന് ഉപയോഗിച്ചിരുന്ന പരമ്പരാഗതമായിട്ടുള്ള വാദ്യോപകരണങ്ങളല്ല ഉപയോഗിക്കുന്നത്. ഇപ്പം മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് അവകാശപ്പെട്ടത് തന്നെയാണ്. കീഴാൾക്ക് ഇത് പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ചില ആൾക്കാർ ബാധിച്ചിരുന്നതാണ്, ഇപ്പം മാറി, ഇപ്പം എല്ലാവരും ഉപയോഗിച്ചു തുടങ്ങി. ഇപ്പോൾ പിന്നെ റിതം പാഡും അതുപോലെ ഈ കീബോർഡും അത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് പുതിയ കാലത്ത് ആസ്വാദനമായിട്ട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ഇവോൾവ് ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും റാപ്പിനും ഫോക്കിനും ഒരുമിക്കാവുന്ന ഒരു പുതിയ തലമുണ്ട് ശരിക്കും പറഞ്ഞാൽ. അത് അത്തരം പരീക്ഷണങ്ങൾ തീർച്ചയായിട്ടും ജനം സ്വീകരിക്കുന്നതിനെ തോന്നുന്നത്. ഒത്തിരി ഒരു ശ്രമം നടത്തി ഇവരെ കൊണ്ട് നമുക്ക് നടത്തിപ്പിച്ച് നമുക്ക് നടത്തി വെക്കും. ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെങ്കിൽ കൂടുതൽ ശക്തിയായത്. പക്ഷെ എന്തായാലും അത് നിങ്ങൾ കഴിവുള്ള രണ്ടുപേരാണ്. തീർച്ചയായിട്ടും മഹാഗണപതിം മഹാഗണപതിം മനസാ സ്മരാമി 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 വസിഷ്ഠവാമദേവാദിവന്ദിത മഹാഗണപതിം. ആന വേണ്ടമ്മേ ആന വേണ്ടമ്മേ പറയരുതെന്നൂടെ കൊട്ടുമതി. ആന വേണ്ടമ്മേ ആന വേണ്ടമ്മേ പറയരുതെന്നൂടെ കൊട്ടുമതി. കുഞ്ഞാങ്ങളെ വന്നിട്ട് മുടിയൊന്ന് കുത്തിയിട്ട് പാടിയ മതി. കുഞ്ഞാങ്ങളെ വന്നിട്ട് മുടിയൊന്ന് കുത്തിയിട്ട് പാടിയ മതി. ആന വേണ്ടമ്മേ ആന വേണ്ടമ്മേ പറയരുതെന്നൂടെ കൊട്ടുമതി. മഹാദേവസുതം ഗുരുഗുഹനുതം മഹാദേവസുതം ഗുരുഗുഹനുതം മാരകോടി പ്രകാശം ശാന്തം മഹാദേവസുതം ഗുരുഗുഹനുതം മാരകോടി പ്രകാശം ശാന്തം മഹാകാവ്യ നാടകാതിപ്രിയം. കുഞ്ഞു പെങ്ങള് വന്നിട്ട് മുടിയൊന്നഴിച്ചിട്ട് പോയാ മതി. കുഞ്ഞു പെങ്ങള് വന്നിട്ട് മുടിയൊന്നഴിച്ചിട്ട് പോയാ മതി. ആന വേണ്ടമ്മേ ആന വേണ്ടമ്മേ പറയരുതെന്നൂടെ കൊട്ടുമതി. പറയരുതെന്നൂടെ കൊട്ടുമതി. പറയരുതെന്നൂടെ കൊട്ടുമതി. ക്ലാസിക്കലും റാപ്പും ഫോക്കും തമ്മിലുള്ള ഒരു മെർജിങ് അടുത്ത്. അതെ, അടുത്ത പരീക്ഷണം. ഓക്കെ, നമുക്കൊന്ന് എഴുന്നേറ്റ് പാടാം. കളി കളിച്ചൊന്ന് പഴകിയ പഴയ കാലം, തൊറ്റി തൊപ്പിയിട്ട് നടന്നൊരു പഴയ കാലം, തോൽവി പേടിച്ചെങ്ങ് ഓടിപ്പോയ പഴയ കാലം. ഹേ, ഇത് പഴതല്ല പുതിയ കാലം. ലിസൺ, കാലം തെളിയാൻ വേണം ടൈം ടൈം ഡേ, ഭാഗ്യം വരാൻ വേണം ടൈം ടൈം ഡേ, തലയിൽ ബൾബ് കത്താൻ വേണം ടൈം ഡേ. ഇല്ലേ പറയും നീ എവിടുന്ന് വരുന്ന ഡേ?
1 2 3 4 എന്തളിയ പൊന്നളിയ എന്ന് വരും കുഞ്ഞളിയ എന്തളിയ പൊന്നളിയ എന്ന് വരും കുഞ്ഞളിയ നാളെയല്ലേ നാളെയല്ലേ വെളുക്കാവിൽ വേലപുരം നാളെയല്ലേ വെളുക്കാവിൽ വേലപുരം കണ്ണിൽ നിന്നും വേണം ഫയർ ഫയർ എന്നും ജയിച്ചു മുന്നേറാൻ വേണം ഫയർ ഫയർ പിന്നിൽ നിന്ന് കുത്താൻ നോക്കിയാലും ഡയർ ഡയർ എന്നും ജയിച്ചു മുന്നേറാൻ വേണം ഫയർ ഫയർ കാലം തെളിയാൻ വേണം ടൈം ടൈം ഡേ ഭാഗ്യം വരാൻ വേണം ടൈം ടൈം ഡേ തലയിൽ ബൾബൊക്കെ എത്താൻ വേണം ടൈം ഡേ ഇല്ലേ പറയും നീ എവിടുന്ന് വരുന്ന ഡേ കാർത്തിക വേല കഴിഞ്ഞു ആട്ടും പാട്ടും ആളൊഴിഞ്ഞു കെട്ടിയോന്റെ കയ്യും പിടിച്ച് അവൾ മുട്ടുരുമ്മി പോണ കണ്ട കാർത്തിക വേല കഴിഞ്ഞു ആട്ടും പാട്ടും ആളൊഴിഞ്ഞു കെട്ടിയോന്റെ കയ്യും പിടിച്ച് അവൾ മുട്ടുരുമ്മി പോണ കണ്ട എന്തളിയ പൊന്നളിയ എന്ന് വരും കുഞ്ഞളിയ നാളെയല്ലേ വെളുക്കാവിൽ വേലപുരം എന്തളിയ പൊന്നളിയ എന്ന് വരും കുഞ്ഞളിയ നാളെയല്ലേ വെളുക്കാവിൽ വേലപുരം നാളെയല്ലേ വെളുക്കാവിൽ വേലപുരം